to you. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37, 38, 39 വാക്യങ്ങൾ. John chapter 7, 37 to 39. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കലത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. And Jesus cried out in the last day of the feast and said, let him who is thirsty come to me and drink. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. And he said, he who believes in me, out of his belly shall flow rivers of living water, as it is written in the scriptures. യേശു ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. But this he spoke of the spirit which they that believe should receive, for the Holy Ghost was not yet given to them, because യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. Because Jesus was not yet glorified, the spirit was not sent. ലൂക്കോസ് 5:10 വാക്യം കൂടെ ചേർത്ത് വായിക്കുന്നു. We're going to read Luke chapter 5 and verse 10. ലൂക്കോസ് 5:10. Luke 5 and verse 10. ശീമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സബദി മക്കൾക്കും അവണ്ണം തന്നെ യേശു ശീമോനോട് ഭയപ്പെടണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു. So also were James and John, sons of Zebedee, who were partners with Simon. And Jesus said to Simon, do not fear, from now on you will be catching men. ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാണ്. From today onwards you shall be fishers of men. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്, the greatest miracle in our life, നമ്മൾ യേശുവിനെ കണ്ടുമുട്ടി എന്നുള്ളതാണ്. is that we encountered Jesus. യേശു നമ്മുടെ കർത്താവായതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. The greatest blessing is that Jesus became the Lord of our life. കരമുയർത്തി പറഞ്ഞാട്ടെ, യേശുവാണ് എൻ്റെ കർത്താവ്. Come on, lift your hands and say, Jesus is my Lord. യേശുവിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബന്ധം നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, if you have started a relationship with Jesus, പ്രശ്നങ്ങൾ വന്നേക്കാം, you may face പ്രയാസങ്ങൾ കണ്ടേക്കാം, you may face trouble, പക്ഷേ അതിന്റെ റിസൾട്ട് എളുപ്പമാണ്. but the result is easy. നീ തകരത്തില്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. You will not decrease, but you shall increase in Jesus name. നീ എവിടെ തീർന്നെന്ന് വിചാരിച്ചോ അവിടെ നിനക്ക് വേണ്ടി പുതു വഴികൾ അവൻ തുറക്കും. Every place you thought you will fail, the Lord will open a new door. കർത്താവാരെയും ചുമ്മാതെ ഒരിടത്തും എത്തിക്കാറില്ല. Nobody comes by coincidentally to his presence. അതിന്റെ പിന്നിൽ അവൻ എന്തോ വലിയ പദ്ധതികളുണ്ട്. There is a purpose behind your coming this morning. ഒരു കാര്യം ഉറപ്പാണ്, one thing is for sure, ഇന്ന് വരെ നീ കണ്ടതൊന്നുമല്ല, whatever you have seen is nothing. നിനക്ക് വേണ്ടി ഏറ്റവും ഭയങ്കരമായതും ശ്രേഷ്ഠമായതും അവൻ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നു. The Lord has planned a perfect plan for you. നീ ചെയ്യുന്ന ചെറിയ ജോലിയായിരിക്കാം, വലിയ ജോലിയായിരിക്കാം. You might be employed in a small job or a big job. അത് പ്രയാസമേറിയതായിരിക്കാം, പ്രയാസം കുറഞ്ഞതായിരിക്കും. And you may be facing troubles there. അത് നീ പഠിച്ചത് കൊണ്ട് അവിടെ എത്തിയതല്ല, നിന്നെ അവിടെ ആക്കിയിട്ട് അവന്റെ രാജ്യത്തിന്റെ പ്രതിനിധിയായി അവൻ നിന്നെ അവിടെ ആക്കി വെച്ചിരിക്കുന്നു. You have been appointed there by heaven to display his kingdom. നീ അവിടെ ആയിരിക്കുന്നത് You are there because നിന്റെ പപ്പയുടെയും മമ്മിയുടെയും ഇഷ്ടം കൊണ്ടല്ല. it is not because of your father's mother's will. ഈ ലോകത്തെ മുഴുവനും ഉണ്ടാക്കിയ സൃഷ്ടിതാവായ സർവശക്തനായ ദൈവത്തിന്റെ പ്ലാൻ ആകയാൽ നീ അവിടെ നിന്ന് തകർച്ചയോടെ പോകയില്ല, അവിടെ ഏറ്റവും നീ മാനിക്കപ്പെടുക തന്നെ. The creator God has appointed you there so that you will walk in victory. ദൈവിക ജ്ഞാനത്തെ അവൻ പകരുന്നു. And he is manifesting his wisdom on some of you. നീ ഇപ്പോൾ ഇരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരണമെന്ന് നിനക്കറിയില്ല. You don't know how to come out of the challenge you're going through right now. നിനക്ക് വേണ്ടി ദൈവിക ദൂതന്മാർ ഇറങ്ങാൻ പോകുന്നു. The Holy Spirit will send angels for you. നീ പോലും പ്രതീക്ഷിക്കാത്ത ചിലർ നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നു. And some of you will come in favor to fulfill his plan. ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത വ്യക്തികളിൽ നിന്ന് നിനക്ക് സഹായം വെളിപ്പെടാൻ പോകുന്നു. You will receive help from people you never expected. രാജ്യങ്ങളുടെ അപ്പുറത്തുള്ള ചില ഓഫീസുകളിൽ നിന്ന് നിനക്ക് ഗുഡ് ന്യൂസുകൾ വരാൻ പോകുന്നു. There are some offices across the borders who will give you good news. നിനക്ക് വേണ്ടി ചില ഇമെയിലുകൾ വരാൻ പോകുന്നു. You will receive from emails. കാരണം നിന്നെ അടുത്തൊരു തലത്തിലേക്ക് അവൻ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നു. And he's shifting you to another dimension. ഇത് നിന്റെ സീസൺ ആണ്. This is your season. ഇത് നിന്റെ നേരമാണ്. This is your season. ഒരു മന്ത്രവാദിക്കും നിന്നെ പിടിക്കാൻ പറ്റാത്തതും, No magician can stop you. ഒരു ശക്തിക്കും നിന്നെ പുറകോട്ട് വലിക്കാൻ പറ്റാത്തതും, No power can pull you back. നിന്നെ അവിടുന്ന്
മുന്നിലേക്ക് തള്ളിവിടാൻ പോകുകയാണ്. And you will march forward in Jesus' name. നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് വെച്ച് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞിട്ട് ഞാൻ വാലല്ല ഞാൻ തലയായി മാറും. Come on, keep your step across and say, I will be the head and not the tail. നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ പറഞ്ഞിട്ട് ഞാൻ ഇടത്തോട്ടും ഞാൻ വലത്തോട്ടും പരക്കാൻ പോകുകയാണ്. And I'm going to expand to the left and to the right. എന്റെ മുമ്പിലുള്ള അതിരുകൾ പൊട്ടാൻ പോകുകയാണ്. Yeah, I'm going to expand my boundaries. അസാധാരണമായ വാതിലുകൾ എനിക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ്. Unusual doors are opening. ഇന്നലെ വരെ നിന്റെ മുമ്പിൽ ഇരുന്ന ഫറവോന്മാർ നിന്റെ മുമ്പിൽ കുഞ്ഞാടിനെ പോലെ നിൽക്കാൻ പോകുകയാണ്. And all those who challenge you will stand like a lamb before you. നിനക്ക് മുമ്പിൽ വെളിപ്പെട്ട സിംഹത്തിന്റെ ശക്തികളുടെ വായ അവൻ അടയ്ക്കാൻ പോകുകയാണ്. He's going to shut every voice of the adversary that stands before you. എന്താ കാരണം? What's the reason? ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിന്റെ അകത്തിരിക്കുന്നു. Because he who is in me, he is greater than he that is in the world. നിന്റെ വിളി വലിയതാണ്. Yes, God. നിന്റെ വിളി വലിയതാണ്. And because your high calling, നിന്റെ അഭിഷേകം വലിയതാണ്. there's an anointing on നിന്നെ you. കുറിച്ചുള്ള പദ്ധതികൾ വലിയതാണ്. There's a high purpose on you. ഉച്ചിത തുള്ളങ്കാല് വരെ From the top of your head to the floor. അഭിഷേകത്തിന്റെ പകർച്ച വെളിപ്പെടട്ടെ. Let my anointing manifest. നിന്റെ ജീവിതത്തിലെ വിടുതലുകൾ പുറത്തു വരാൻ പോകുന്നു. Your breakthrough is coming out. മതി മതി നിന്നെ ഒതുക്കിയത് മതി. No more failure. നീ പരാജയപ്പെട്ടത് മതി. No more failure. This is your season. This is your season. എത്ര പേർ വിശ്വസിക്കുന്നു നമ്മുടെ ദൈവം സെലിബ്രേഷന്റെ ദൈവമാണ്? How many of you believe that God is a God of celebrations? യോഹന്നാന്റെ സുവിശേഷം 7:37 പറയുകയാണ്, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ. John 7:37 says, in the last day of the feast, Jesus stood up and cried, ആഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. let him who is thirsty and come to me and drink. നമ്മുടെ കർത്താവ് നമുക്ക് സെലിബ്രേഷനുകൾ, ഉത്സവങ്ങൾ തരാൻ ആഗ്രഹിക്കുന്ന The കർത്താവ്. Lord wants to give us reasons to celebrate. പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, ഒരു സന്തോഷമുണ്ടെങ്കിൽ ഒരു കണ്ണുനീരുണ്ട് പാസ്റ്റർ. Many people say that if we rejoice now, the next moment you will cry. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട് പാസ്റ്റർ. Many people say if you climb up, there's going to be a descension too. എന്റെ ബൈബിൾ എന്നോട് പറയുന്നു, The Bible tells us എല്ലാ ഇടത്തും എല്ലാ ഇപ്പോഴും ജയത്തിന്റെ ഉത്സവത്തെ തരുന്നവൻ. that God is able to make you abound and give you a reason to celebrate in every circumstance. നിങ്ങൾ വിശ്വസിക്കുന്നത് ഒരു സന്തോഷമുണ്ടെങ്കിൽ ഒരു കണ്ണുനീരുണ്ടെന്നാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ സംഭവിക്കും. If the world philosophy says if you cry, then you'll have to, if you laugh, you'll have to cry. 2025 സന്തോഷമായിരുന്നു, അതുകൊണ്ട് 26 ദുഃഖമായിരുന്നെന്ന് പറയാനിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, യേശു എന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് എല്ലാ ഇടത്തും എനിക്ക് ഉത്സവത്തെ അവൻ നൽകും. Amen, amen, amen. God is able to manifest His celebration in all circumstances in our lives. വേദപുസ്തകത്തിനകത്ത് പഴയ നിയമത്തിൽ ഒരു ജാതിയെ പറ്റി പറയുന്നു. In the Old Testament, the Bible addresses a nation. അത് യഹൂദന്മാരെന്ന് പറയുന്ന ജാതിയാണ്. And that nation is the nation of the Jews. ലോകത്തിന്റെ ഒത്ത മധ്യത്തിൽ ഒരു ചെറിയ പൊട്ടുപോലെയാണ് ഭൂപടം നോക്കിയാൽ ജെറുസലേം എന്ന സ്ഥലം. Jerusalem is a very minute place in the world map. പക്ഷേ ഒരു മനുഷ്യൻ അബ്രഹാമിൽ നിന്ന് സന്തതികളെ കൊടുത്ത്, അവർക്ക് സന്തതികളെയും സന്താനങ്ങളെയും കൊടുത്ത് അവരെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്തു. And through one man, Abraham, and to his descendants the Lord made a covenant. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ കുറച്ചു പേരെ ഉള്ളൂ, എന്നാൽ ഞാൻ നിങ്ങളെ ലോകത്തിലുള്ളവരെക്കാൾ ഏറ്റവും ഉന്നതമാക്കും. And God told Abraham that you are only a one man now, but you will become multiple nations in the world. എന്നിട്ട് അവരോട് പറഞ്ഞു, നീ ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും ഭാരപ്പെടണ്ട, നിന്നെ ഒരുത്തനെ വെച്ച് ഞാൻ ലോകത്തെ മുഴുവനും അനുഗ്രഹിക്കും. And he said, Abraham, you are one man, but through you I will bless the nations. അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ നമ്മളെ പോലെ ഒരുപക്ഷെ പറഞ്ഞു കാണും, And Abraham would have said like us, എന്റെ അപ്പന് വലിയ സമ്പാദ്യമില്ല, എനിക്ക് ബാങ്ക് ബാലൻസ് ഇല്ല, എനിക്ക് വലിയ കഴിവുകളൊന്നുമില്ല, പക്ഷെ ഞാൻ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും എന്ന് അവൻ ചോദിച്ചു കാണും. Abraham would have said, I don't have an inheritance or a bank balance, and how can this come to pass? എന്റെ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ ആരുടെയും കെയർ ഓഫ് വേണ്ട. God needs nobody's permission to bless you. എന്റെ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ അപ്പന്മാരുടെ ബാങ്ക് ബാലൻസ് വേണമെന്നില്ല. അവൻ ഒരുത്തനെ കുപ്പയിൽ നിന്ന് ഉയർത്തി
പ്രഭുക്കന്മാരുടെ കൂടെ പന്തിയിൽ ഇരുത്താൻ കഴിയുന്നു. God wants to bless you. Your inheritance from your parents don't matter. He can lift up somebody from the mighty pit and bless him. അവൻ നിന്റെ പരാജയങ്ങളെ പോലും അത്ഭുതമാക്കാൻ പറ്റുന്നവനാണ്. He can transform your failures into victories. അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കി. And God called Abraham. അവനെ അനുഗ്രഹിച്ചു. And he blessed him. അവന് സന്താനങ്ങളെ കൊടുത്തു. And he gave him a generation. അവർക്ക് ഇസ്രായേൽ എന്ന പേരിട്ടു. And the nation Israel came out of Abraham. ഓരോ കാലഘട്ടത്തിലും അവർ ഓരോ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. In every season of their journey they faced multiple challenges. പ്രശ്നങ്ങൾ അവർക്ക് നേരെ കടന്നു വന്നു. And challenges challenged them. നമ്മളെ പോലെ അവരും പറഞ്ഞു ഇവിടം കൊണ്ട് ഞാൻ തീരാൻ പോകുകയാണ്. And they also said like many of us that we will finish with this crisis. ഇതിനപ്പുറത്തേക്ക് എനിക്കൊരു ഫ്യൂച്ചർ ഇല്ല. I don't have a future beyond this crisis. എന്നാൽ അവൻ സേവിച്ച ദൈവത്തിന്റെ പ്രത്യേകത. But the God who had a covenant with them said. ആ പ്രശ്നങ്ങളെ എല്ലാം പിന്നത്തേതിൽ ദൈവം ഉത്സവങ്ങളാക്കി മാറ്റി. Every trouble he turned it into a celebration. അവർ കണ്ട സകല പ്രതിസന്ധികളെയും എൻ്റെ ദൈവം പിന്നത്തേതിൽ ഉത്സവങ്ങളാക്കി മാറ്റി. Every challenge that faced God turned it into a celebration. അതേ ദൈവത്തെ തന്നെയാണ് നീയും ആരാധിക്കുന്നത്. You are serving the same God of Abraham. അതുകൊണ്ടാണ് എൻ്റെ ബൈബിൾ പറയുന്നത്. And that's why my Bible says. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. And God works all things together for the good of those who love him and are called according to his purpose. ഒരു ഹൈഫൈ കൊടുത്ത് പറഞ്ഞാട്ട് സകലതും നന്മയ്ക്കായി മാറും. Come on, tell somebody all things are going to work together for your good. അങ്ങനത്തെ 7 പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ അവർക്കുണ്ടായിരുന്നു. The nation of Israel had 7 prominent celebrations and festivals. ആ ഉത്സവങ്ങളുടെ എല്ലാം പിന്നിൽ ചില സംഭവങ്ങളുണ്ട്. And behind these 7 festivals there were 7 different events and occurrences. അവരുടെ 7 ഉത്സവങ്ങൾ. ഒന്ന് പെസഹായുടെ ഉത്സവം. So there are 7 celebrations of Israel, and the first one was the feast of the Passover. രണ്ടാമത്തെ ഉത്സവം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം. The next feast was the feast of the unleavened bread. മൂന്നാമത്തെ ഉത്സവം ആദ്യ ഫലപ്പെരുന്നാൾ ഉത്സവം. The third celebration for Israel was the feast of the first fruits. നാലാമത്തെ അവരുടെ ഉത്സവം കാഹള പെരുന്നാൾ. And the next one was the feast of the trumpets. അഞ്ചാമത്തെ അവരുടെ ഉത്സവം പാപ പരിഹാര പെരുന്നാൾ. Festival was called the festival of atonement. അടുത്തതാണ് പെന്തക്കോസ്തിന്റെ ഉത്സവം. And the next one was the festival of Pentecost. അടുത്തതാണ് കൂടാര പെരുന്നാൾ. And the next one was the feast of the tabernacle. പെസഹ പെരുന്നാൾ. The first festival was the festival of the Passover. ഇതാണ് അവരുടെ വർഷത്തിന്റെ ആദ്യ മാസം. And this was held in the first month of their year. ഇതെങ്ങനെ ഉണ്ടായെന്നറിയാമോ? And how did it happen? ഈജിപ്തിലായിരുന്നു 400 വർഷം. And they were in Egypt in captivity for 400 years. ദൈവം അവരെ അവിടുന്ന് പുറത്തു കൊണ്ടുവന്നു. God brought them out of captivity. എങ്ങനെ പുറത്തു കൊണ്ടുവന്നു? How were they brought out? ആ ഇസ്രായേൽ മക്കൾ താമസിച്ച ഇടത്ത് കടിഞ്ഞൂൽ സംഹാരകൻ വന്നപ്പോൾ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, ഒരു തുള്ളി രക്തം കട്ടടപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടണം. മരണദൂതൻ അതുവഴി വരുമ്പോൾ രക്തം കാണുമ്പോൾ അവർ നിന്നെ വിട്ടുമാറും. അവിടെ നിന്ന് നിനക്കൊരു പുറപ്പാടുണ്ടാകും. And the Lord said, take a lamb and sacrifice it, and take the blood and apply it on the mantle of the doorstep, and the destroying angel shall pass and will not touch you. അങ്ങനെ അവർ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നു. And they were brought by the blood of the Passover lamb out of Egypt. അത് അവരുടെ വർഷത്തിന്റെ ആദ്യ മാസമായി മാറി. And this became the first month of the Jewish calendar. ഒരു പക്ഷേ കണ്ണുനീരിന്റെ ഇടമാകേണ്ടത് ഉത്സവത്തിന്റെ താഴ്വരയായി മാറി. That was going to be a valley of tears, and it became a mountain of celebration. അതേ വാക്ക് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. കണ്ണുനീരിന്റെ എല്ലാ മണ്ഡലങ്ങളും ഉത്സവത്തിന്റെ താഴ്വരയായി മാറാൻ പോകുന്നു. Every valley of tears turned into a mountain of celebration. ഇവർക്കുള്ള രണ്ടാമത്തെ ഉത്സവമാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. The second festival of the Jews was called the feast of unleavened bread. അത് ഭയങ്കരമാണ്. And this is a very significant. അവരെല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൂടും.
And they all come together on a Sabbath. അവരുടെ വീട്ടിൽ നിന്ന് പുളിപ്പിനെ എടുത്ത് കളയും. And they remove the leaven from their house. അവര് പറയുകയാണ്, ഞങ്ങൾക്ക് ദൈവമുള്ളത് കൊണ്ട് ഒരശുദ്ധിയും എന്റെ വീട്ടിനകത്ത് വേണ്ട. By that they are declaring, because God is with us, no impurity will be in our house. 24 മണിക്കൂർ അവർ അവിടെ ഇരുന്ന് സ്തുതിച്ച് പാടി പ്രാർത്ഥിച്ച് ദൈവവചനം കേട്ട് സന്തോഷിക്കും. 24 hours they'll sit in the presence of the Lord, read the word of God, worship together in fellowship. അതാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. And this is the feast of the unleavened bread. മൂന്നാമത്തെ പെരുന്നാളാണ് ആദ്യ ഫല പെരുന്നാൾ. The third festival of the Jews is called the feast of the first fruits. അവർക്ക് ദൈവം കൃഷി ചെയ്യാൻ കൊടുത്ത നന്മകളിൽ നിന്ന് അവർക്ക് കിട്ടിയ ഫലത്തിൽ നിന്ന് ആദ്യത്തെ ഫലം ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്ന ഒരു ഉത്സവമാണ്. This is a celebration where they bring the first fruit of all their harvest. നാലാമത്തെ ഉത്സവമാണ് പെന്തക്കോസ്ത്. The fourth festival of the Jews is called the festival of Pentecost. അത് കൊയ്ത്തുമായി ബന്ധപ്പെട്ട മറ്റൊരു ഉത്സവമാണ്. This is another festival related to harvest. അത് കഴിഞ്ഞ 4 മാസം ഒരു ഇടവേളയാണ്. And after that there is a 4-month interval. അവർ അവരുടെ ജോലി ചെയ്യും, അവരുടെ മേഖലകളിൽ അവർ വ്യാപൃതരായിരിക്കും. And they go back to their work in those 4 months. എന്നാൽ അടുത്ത ഉത്സവമാണ് കാഹളത്തിന്റെ ഉത്സവം. And the next celebration is called the feast of the trumpets. പെട്ടെന്ന് അവർ കാഹളത്തിന്റെ ശബ്ദം കേൾക്കും. Suddenly after 4 months they hear the sound of trumpets. അവർ ഇരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മേഖലയിൽ നിന്ന് അവർ ഓടി കാഹളം കേട്ട ഇടത്തോട്ട് വരും. And as they hear the sound of the trumpets they drop their work and come to the place from where the trumpet was resounded. അവർ ഒരുമിച്ച് അവിടെ കൂടും. And they come together there when the trumpets. അതാണ് കാഹളത്തിന്റെ ഉത്സവം. And that is called the festival of trumpets. അത് കഴിഞ്ഞ ആറാമത്തെ ഉത്സവമാണ് പാപ പരിഹാര പെരുന്നാൾ. And the next 6th festival is called the feast of atonement. അവരുടെ സകല പാപങ്ങൾക്കും വേണ്ടി ഒരു യാഗം കഴിച്ച് അവർ അതിനെ ആഘോഷിക്കും. And for all the sins they have done they offer a burnt offering and they repent and turn to God. എല്ലാവരും പറഞ്ഞാട്ടെ, പാപ പരിഹാര പെരുന്നാൾ. Come on, everybody say that, the feast of atonement. ഏഴാമത്തെ അവരുടെ പ്രധാനപ്പെട്ട ഉത്സവമാണ് കൂടാര പെരുന്നാൾ. And the 7th celebration is called the feast of tabernacles. എന്താണ് കൂടാര പെരുന്നാൾ? What is the feast of tabernacles? അവർ താമസിക്കുന്ന വീടുകളിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങും. All the people from their houses they will come outside. അവർക്ക് വീട്ടിൽ താമസിക്കുമ്പോൾ നല്ല സൗകര്യങ്ങളുണ്ട്. There are many provisions in the house. എന്നാൽ അവർ അതിനകത്തുനിന്ന് പുറത്തേക്ക് വരും. But they come out of their comfort zone. പുറത്തോട്ട് വന്നിട്ട് And after they come out അവരവിടെ വീടിന്റെ മുറ്റത്ത് ഒരു കൂടാരം ഉണ്ടാക്കും. and they will make a tabernacle in their corridor. ലേവ്യ പുസ്തകം 23:41 മുതലുള്ള വാക്യങ്ങളിൽ പറയുകയാണ്. Leviticus 23 and 41 onwards it says. അവര് അങ്ങനെ മുറ്റത്ത് കൂടാരം ഉണ്ടാക്കും. And they come outside and they build a tabernacle. ആ കൂടാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ബൈബിൾ പറയുന്നു. The Bible shows us how they build the tabernacle. നെഹമ്യാവ് 8:15 അവർ പറയുന്നത് കൂടാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. Nehemiah chapter 8 and verse 15 shows us how they build the tabernacle. കൂടാരങ്ങൾ ഉണ്ടാക്കേണ്ടതിന് നിങ്ങൾ മലയിൽ ചെന്ന് ഒലിവ് കൊമ്പ്, കാട്ടൊലിവ് കൊമ്പ്, കൊഴുന്തിന്റെ കൊമ്പ്, ഈന്തമടൽ, തഴച്ച വൃക്ഷങ്ങളുടെ കൊമ്പ് എന്നിവ കൊണ്ടുവരും. And they will go up to the mountain and they will bring branches of olive trees and certain other trees. എന്നിട്ട് കൊച്ചുനാളിൽ കുഞ്ഞുങ്ങളൊക്കെ വീടുണ്ടാക്കുന്നത് പോലെ ചെറിയ കൂടാരം ഉണ്ടാക്കും. And like children make houses with their Lego toys, they build a house at the corridor. അപ്പനും മക്കളും അമ്മയും എല്ലാം കൂടെ അതിന്റെ കീഴിലിരിക്കും. And all the father, mother and children will sit under the tabernacle. ആ ചെറിയ കാറ്റും ചൂടും ഒക്കെ കൊണ്ട് അവർ അങ്ങനെ അവിടെ ഇരിക്കും. And they will enjoy the warm breeze and they will sit just like it is displayed on the അവർക്ക് screen. ഭയങ്കര സന്തോഷമാണ്. And it is a time of rejoicing. അവർ അപ്പനോടും അമ്മയോടും ചോദിക്കും. And at that time the children will ask the parents, എന്തിനാണ് മുറിയിൽ നിന്ന് നമ്മൾ താഴോട്ട് വന്നത്? why did we come out of our comfort places outside into this tent? എന്തിനാണ് ഇവിടെ വന്ന് കിടക്കുന്നത്? Why are we under this makeshift tabernacle? അപ്പൻ അവരോട് പറയും, So the father will say, നിങ്ങൾക്കറിയാമോ, do you know നമ്മൾ സേവിക്കുന്ന ദൈവം, the God we serve, നമ്മുടെ അപ്പച്ചന്മാരെ our ancestors 40 വർഷം മരുഭൂമിയിൽ ഇതുപോലെ നടത്തി. 40 years God sustained our fathers in the wilderness. അവർക്ക് AC ഇല്ലായിരുന്നു. There was
no AC then. അവർക്ക് ഫാൻ ഇല്ലായിരുന്നു. There was no fan then. എന്നാൽ ദൈവം അഗ്നിസ്തംഭമായി അവരുടെ കൂടെ ഇരുന്നു. God became a pillar of fire and pillar of cloud for them. അവർക്ക് മേഘസ്തംഭമായി ദൈവം അവരുടെ കൂടെ ഇരുന്നു. And he was a pillar of cloud for them. അതിനെ നമ്മൾ ആഘോഷിക്കുകയാണ്. We are celebrating that occasion. നമ്മുടെ അപ്പച്ചന്മാർക്ക് അത് വേദനയായിരുന്നു. It was a trial for our ancestors. അവരെ മരുഭൂമിയിലൂടെ നടന്നത് അവർക്കൊരു പ്രയാസമായിരിക്കും. It was a difficult journey in the wilderness for our ancestors. നിങ്ങൾ പാടിയിട്ടില്ലേ? മരുഭൂയാത്രയാതി കഠിനം. We sing this song and say പ്രതികൂലങ്ങൾ അനുനിമിഷം പകൽ മേഘസ്തംഭം രാത്രിയാഗ്നിതൂണ എന്നെ അനുദിന വഴി നടത്തും. അപ്പം ആ പ്രശ്നങ്ങളുടെ അകത്തൂടെ അവര് കടന്നുപോയതിനെ ഓർക്കുന്നതാണ് കൂടാര പെരുന്നാൾ. They remember the challenges the ancestors faced while walking 40 years in the wilderness. അവർ 7 ദിവസം അങ്ങനെ പാർക്കും. They dwell in that makeshift tabernacle for 7 days. പിന്നത്തേതിൽ അതൊരു ഉത്സവമായി മാറി. And the 8th day became a celebration. അവർ അതിനെ ആഘോഷിക്കാൻ തുടങ്ങി. And they began to celebrate this occasion. 7ാമത്തെ ദിവസം On the 7th day, അവരുടെ പ്രധാനപ്പെട്ട പുരോഹിതൻ and the high priest ശീലോഹം കുളത്തിൽ നിന്ന് from the pool of Shiloh, ഒരു പാത്രത്തിനകത്ത് വെള്ളമെടുക്കും. he will take some water from the pool of Shiloh എന്നിട്ട് ആലയത്തിലേക്ക് കൊണ്ടുവരും. and he will bring it to the temple അത് ഒഴിക്കും. and he'll pour it in the temple. 1ാം ദിവസം, And that day, 2ാം ദിവസം, 2nd day, 3ാം ദിവസം, the 3rd day, 4ാം ദിവസം, the 4th day, 5ാം ദിവസം, the 5th day, 6ാം ദിവസം the 6th day, അവരത് ചെയ്യും. he will do the same. ആളുകൾ ചോദിക്കും ഇതെന്തിനാണ് ചെയ്യുന്നത്? So when they ask, why are you doing this? അപ്പോൾ അവർ മറുപടി പറയും, And the high priest will reply, 30 ലക്ഷം പേർ 30 lakh people, മരുഭൂമിയിലൂടെ പോയപ്പോൾ when they were traveling in the journey in the wilderness, തീക്കൽ പാറയ്ക്കകത്തുനിന്ന് ഇതുപോലെ ദൈവം വെള്ളം പുറപ്പെടുവിച്ചു. God opened the rock and gave them water to drink. നമ്മളെ നടത്താൻ ആരുമില്ലായിരുന്നു. Nobody was there to guide us. നമ്മളെ കരുതാൻ ആരുമില്ലായിരുന്നു. Nobody was there to wash us. എന്നാൽ ദൈവം വിശ്വസനായിരുന്നു. But God was faithful. 7ാം ദിവസം 7 പ്രാവശ്യം പാത്രത്തിൽ വെള്ളം കോരി ഒഴിക്കും. 7th day, the high priest pours the water 7 times in the temple. 2000 വർഷങ്ങൾക്ക് മുമ്പ് 2000 years ago, യേശു യെരൂശലേം ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ Jesus stood in the great day of the feast and said, പുരോഹിതൻ പാത്രത്തിൽ വെള്ളം കോരാനായി ശീലോഹിലേക്ക് പോയപ്പോൾ, just like how the high priest went to Shiloh to bring water, ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിവസം യേശു നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, Jesus cried in the last day of the feast and said, കൂടാര പെരുന്നാളിന്റെ ഒടുക്കത്തെ നാളിൽ സകല ജനവും കാണുക യേശു നിന്നുകൊണ്ട് പറയുകയാണ്, തന്റെ പുരോഹിതൻ പാത്രത്തിൽ വെള്ളം കോരാൻ പോയിട്ടുണ്ട്, പക്ഷെ ഞാനോ നിങ്ങളോട് പറയുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ അടുക്കൽ വരുവേ. on the last day of the feast, just like how the high priest took the water from the pool of Shiloh, he stood up and said, if anyone is thirsty, let him come to me and drink. ഉത്സവത്തിന്റെ മഹാദിനമായ The last day of the feast, ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, the last day he stood up and said, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് if കുടിക്കട്ടെ. anyone is thirsty, let him come to me and drink. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് Come on. തിരുവെഴുത്ത് പറയുന്നത് പോലെ, As the scripture said, out of his belly shall flow rivers of living water. ജീവജലത്തിന്റെ ഡ്രോപ്പ് അല്ല, ജീവജലത്തിന്റെ കണികയല്ല. വിശ്വസിക്കാൻ ഒരുത്തൻ ഇന്ന് പകൽ തയ്യാറായാൽ അവന്റെ ഉള്ളിൽ നിന്നും നദികൾ പുറപ്പെടും. If you believe, it is not a drop, it is not a mug. If you believe, rivers of living water shall flow out of your belly. ശീലോഹാം കുളത്തിൽ നിന്ന് 7 പ്രാവശ്യം 7 times from the pool of Shiloh, സ്വർണ്ണപാത്രത്തിനകത്ത് വെള്ളം കോരി the high priest takes water in the golden vessel. ആ സ്ഥലത്തൊഴിക്കുന്നത് നോക്കിക്കൊണ്ട് നിന്ന സർവശക്തൻ, The Father who saw the water being poured out in the holy place, Almighty God, the Almighty God, Son of God, the Son of God, Lion of Judah, Lion of Judah. യേശു നിന്നുകൊണ്ട് പറയുകയാണ്, Jesus is saying, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. he who believes in me, out of his belly shall flow
rivers of living water. ആരാ പറഞ്ഞ നീ മുടിയുമെന്ന്? ആരാ പറഞ്ഞ നിന്റെ തലമുറ മുടിയുമെന്ന്? ആരാ പറഞ്ഞ നിന്റെ കുടുംബം തകർന്നു പോകുമെന്ന്? ആരാ പറഞ്ഞ നീ ദേശത്ത് നശിക്കുമെന്ന്? ഇന്ന് പകൽ ഞാൻ നിന്നോട് പറയുന്നു, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുക. He who believes in me, rivers of living water shall flow out of his belly. Hallelujah. ഈ ഉത്സവങ്ങളുടെ എല്ലാം ഒരു ആത്മീക അർത്ഥമുണ്ട്. There is a meaning behind all these 7 celebrations. കുഞ്ഞാടിന്റെ രക്തത്താൽ പുറപ്പെടുവിക്കപ്പെട്ട ജനം, The people who have been bought by the blood of the Lamb. രണ്ടാമത്തെ ഉത്സവമായ അൺലീവൻ ബ്രെഡിന്റെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ The second feast, the feast of the unleavened bread. അവരുടെ അശുദ്ധിയെല്ലാം അവർ മാറ്റി They remove all the impurities. ആദ്യ ഫല പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ And when they celebrate the first fruits, ദൈവം അവർക്ക് കൊടുത്ത സകല നന്മകളെയും കർത്താവിന്റെ പക്കൽ കൊണ്ടുവരുമ്പോൾ, when they bring a portion of the fruits of to the presence of the Lord, പരിശുദ്ധാത്മാവിന്റെ പകർച്ചയായ പെന്തക്കോസ് അവരുടെ മേൽ വെളിപ്പെടും. the next feast is the feast of Pentecost. അത് 4 മാസം അവർ സൈലന്റ് ആയി താമസിക്കുമ്പോൾ, And after 4 months of the feast of Pentecost, കാഹളം ധ്വനിക്കുന്ന പെരുന്നാളിന്റെ ശബ്ദം കേൾക്കും. then comes the feast of trumpets. കാഹളം പെരുന്നാള് എന്തിനെ കാണിക്കുന്നു? What is the feast of trumpets? അധികം താമസിക്കാതെ Without much delay, മധ്യാകാശത്തിൽ ഒരു കാഹളം ധ്വനിക്കാൻ there is പോകുന്നു. going to be a great trumpet from heaven. 4 മാസം സൈലന്റ് ആയിരുന്നു. After 4 months of silence, ആ കാഹളം ധ്വനിക്കുമ്പോൾ and when you hear the trumpet, സകല വീടുകൾക്കകത്തുനിന്നും അവർ പുറപ്പെടുന്നത് പോലെ everyone coming out of their house and beginning a journey, കർത്താവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. and people who have died in the Lord will rise to life, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് and we who are alive shall be transformed in the twinkling of an eye. അത് സംഭവിച്ചു കഴിയുമ്പോൾ, And when that happens, പാപ പരിഹാര പെരുന്നാൾ, and then comes the day of atonement, അത് യഹൂദന്മാർക്ക് 7 വർഷം ദൈവം കൊടുക്കുന്ന ന്യായവിധിയെ കാണിക്കുകയാണ്. and it shows the judgment that comes after 7 years. എന്നാൽ ആ സമയത്ത് And at that time, നമ്മൾ ക്രിസ്തുവിനോട് കൂടെ മധ്യാകാശത്തിൽ വസിക്കും. but we will be with Christ in the heavens. ഒടുവിലത്തെ പെരുന്നാൾ കൂടാര പെരുന്നാൾ. And the last feast is called the feast of the tabernacles. അതെന്തിനെ കാണിക്കുന്നെന്നറിയാമോ? What does it signify? യുഗായുഗമായി പ്രിയൻ കൂടെ നാം വാഴും സുദിനം ആസന്നമായി. യുഗായുഗമാ പ്രിയൻ കൂടെ നാം വാഴും സുവിധം ആസന്നമായി. വാഴും സുവിധം ആസന്നമായി. രാജാധിരാജൻ മഹിമയോടെ വാനവേഗത്തിൽ എഴുന്നള്ളാറാ രാജാധിരാജൻ. ബൈബിൾ പഠിപ്പിക്കുന്നു, The Bible teaches us, അവനോട് കൂടെ, with him അവനോട് കൂടെ we will be with him. നാം വസിക്കും. We will live together with him. പെസഹായിൽ തുടങ്ങുന്നത് കൂടാര പെരുന്നാളിൽ അവസാനിക്കുന്നത് പോലെ, And just like all this feast starts and ending in the feast of tabernacles, കർത്താവിന്റെ വരവിൽ in the second coming of the Lord, അവനോട് കൂടെ വസിക്കും. we will live together with him. കാരണം യോഹന്നാൻ പറയുന്നു, Because John says, വചനം ജഡമായി and the word became flesh, നമ്മളോട് കൂടെ ടാബർനാക്കിൽ നമ്മളോട് And- കൂടെ അവൻ കൂടാരമടിച്ചു. and he dwelt among us, he tabernacled among us. Hallelujah. കൂടാരം. Tabernacle. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, In the book of Revelations it says, ഇതാ മനുഷ്യനോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. and it says, here comes that God building his tabernacle among men. കൂടാര പെരുന്നാളിൽ And in the feast of tabernacles, യേശു പറയുകയാണ്, Jesus said, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരും. let him who is thirsty come to me and drink. വന്നാൽ And if you come, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്, and if you believe, and out of your belly shall flow, തിരുവെടുത്ത് പറയുന്ന പോലെ just as scripture says, നദികൾ ഒഴുകും. living water will flow out of you. ഈ നദിയുടെ ഒരു പ്രത്യേകത, I'm going to say one benefit of the river. ഏത് നദിയെ പറ്റിയാ പറയുന്നേ? Which river are we talking about?
യോഹന്നാന്റെ സുവിശേഷം John 7:38-39 says, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ആ. തിരുവെഴുത്ത് പറയുന്നത് പോലെ ഓക്കെ, ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് ഏത് നദിയെ പറ്റിയാന്ന് കേൾക്കാൻ പോവാണേ. which river is this he is referring to? അവൻ ഇത് This he spoke. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഓക്കെ, ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. ഓഹോ, And he spoke of the spirit he was about to give them. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് He said to those who believe, നദികൾ ഒഴുകും. the rivers will flow out of your belly. ഏത് നദിയാണ്? Which river is this? പരിശുദ്ധാത്മാവ്, The Holy Spirit's river. അപ്പൊ കർത്താവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, So this is what the Lord desires of us. നിങ്ങൾ വരൾച്ചയ്ക്കകത്തിരിക്കാനല്ല, He doesn't want us to keep us in a place of fruitlessness. നിങ്ങൾ അവന്റെ സമൃദ്ധിയിൽ വസിക്കാനാ. He wants us to come to a place of prosperity. ഇന്നു മുതൽ From today, ചിലരുടെ കുടുംബങ്ങളിൽ അത് വെളിപ്പെടാൻ പോകുന്നു. some of this prosperity will manifest in some families. രണ്ട് കരവും ഉയർത്തി പറഞ്ഞാട്ടെ. Come on, lift both your hands and say, ആ നദി ഇന്നു മുതൽ ഒഴുകട്ടെ. let that river flow out of us. എന്നിൽ നിന്ന്, From inside me, എന്റെ തലമുറകളിൽ നിന്ന്, from my generations, എന്റെ കുടുംബത്തിൽ നിന്ന്, from my family, ഈ നദികൾ ഒഴുകട്ടെ. let this river of living water flow. ഈ നദി ഒഴുകിയാൽ, If this river flows, നടക്കുന്ന ഒറ്റ അത്ഭുതം മാത്രം പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കാം. I want to tell you one miracle that will happen and then we'll close. അതിന് നമ്മൾ പഴയ നിയമത്തിൽ ഒരു വാക്യം വായിക്കാം. Let me read a scripture for you from the Old Testament. ഓക്കെ, പഴയ നിയമത്തിൽ ഒരു വാക്യം. എസെക്കിയേൽ ചാപ്റ്റർ 47, Ezekiel chapter 47. 47 10ാമത്തെ വാക്യം. Ezekiel chapter 47 verse 10. അതിന്റെ കരയിൽ ഏൻഗതി മുതൽ എഗ്ലയും വരെ മീൻ പിടിക്കാർ നിന്ന് വല വീശും. ഓഹോ, അതിലെ മത്സ്യം മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ Amen. വിവിധ ജാതിയായി അസംഖ്യമായിരിക്കും. It will come about that the fishermen will stand beside it from En-Gedi to En-Eglaim. There will be a place of spreading nets. Their fish will be according to their kinds, like the fish of the great sea, very many. ആമേൻ. എഹെസ്കേൽ പ്രവചനം ഒരു പ്രവചന പുസ്തകമാണ്. Ezekiel is a book of prophecy. ഇത് നടക്കാൻ പോകുന്ന ഒരു സംഭവത്തെ കാണിക്കുന്നു. He is pointing towards an event that is about to happen. 1 മുതൽ 10 വരെയുള്ള ഈ വാക്യങ്ങളിൽ, And from verse 1 through 10, അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു നദിയെ ചൂണ്ടിക്കാണിക്കുകയാണ്. Ezekiel is pointing towards a river that existed back then. ആ നദിയുടെ പേര്, And that the river was called, ചാവുകടൽ. it was called the Dead Sea. ചാവുകടലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? Have you heard of the Dead Sea? അതിനകത്ത് ജീവനില്ല, And there is no life in it. ചലനമില്ല, There is no movement in it. അതിനകത്ത് മത്സ്യമില്ല. There is no fish in it. പക്ഷെ ഇവിടെ പ്രവാചകൻ പറയുകയാണ്, But the prophet is saying, അതിനകത്ത് മഹാസമുദ്രത്തിലെ നദി പോലെ മീൻപിടുത്തം ഉണ്ടാകും. he's saying, even in the Dead Sea there shall be fishes, and there shall be a great catch of fishes, very many. ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല, Unbelievable, unexplainable thing. അവിടെ ഒരു മീൻപിടുത്തം നടക്കുമെന്ന് ചിന്തിക്കാൻ പറ്റില്ല. Nobody fishes in the Dead Sea because there's nothing living in it. അതിന് സാധ്യതകളില്ല. It is impossible for that to happen. അതാണ് പ്രവചനം. That is what is prophecy. എല്ലാ സാഹചര്യങ്ങളും ഓക്കെയാണ്. All circumstances are favorable. ഞാൻ പഠിച്ചിട്ടുണ്ട് പാസ്റ്ററെ, ആ എക്സാമിൽ ജയിക്കും എന്ന് പറഞ്ഞാൽ അവിടെ പ്രവചനത്തിന്റെ ആവശ്യമില്ല. If we say we are prepared well, I will get good results, there's no need for a prophecy. എനിക്ക് റിസൾട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല പാസ്റ്ററെ, ഞാൻ പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല പാസ്റ്ററെ എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ പ്രവചനം നിനക്ക് വേണ്ടി വരുന്നു. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ റിസൾട്ട് നിനക്കുണ്ടാകാൻ പോകും. If you are saying I'm studying, I can't understand, and I'm not ready for the exam, that is when you need a prophecy. കാര്യങ്ങളെല്ലാം ഓക്കെയാ പാസ്റ്ററെ, കൊടുത്തപ്പോഴേ വിസ കിട്ടി, വിസയുടെ കാര്യങ്ങൾ നടന്നു, അടുത്ത ആഴ്ച ഞാൻ പോകും എന്ന് പറയുന്നതിന് പ്രവചനം ആവശ്യമില്ല. പാസ്റ്ററെ കൊടുത്തിട്ടൊന്നും നടക്കുന്നില്ല, ട്രൈ ചെയ്തിട്ട് നടക്കുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണ് നിന്നോടൊരു പ്രവചനമുണ്ട്, നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കാൻ പോകുന്നു. If everything is in favor, you don't need a prophecy. But if the doors are closed, if you are sitting down under disappointed, you need a prophecy. Come on, somebody.
ഇന്ന് പകൽ അസാധ്യങ്ങൾ കണ്ടിട്ടാരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? If you are facing impossibilities and you're standing here this morning, ഇന്ന് പകൽ തകർച്ചകൾ മാത്രം കണ്ടിട്ടാരെങ്കിലും വന്നിട്ടുണ്ടോ? if you have faced only brokenness in your life, രോഗങ്ങളുടെ കൂട്ടിനകത്തുനിന്ന് വന്ന ആരെങ്കിലും ഉണ്ടോ? if you have come out of a house of sicknesses, നിനക്കാ പ്രവചനം. I prophesy to you, നീ നിന്റെ ദേശത്ത് വാലല്ല തലയാകാൻ I പോകുന്നു. prophesy you shall be the head and not the tail. നീ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. You shall be above and not beneath. Come on. ഇതിന്റെ ജിയോഗ്രാഫിക്കൽ മാപ്പ് നോക്കുക, ഭൂപടം നോക്കുകയാണെങ്കിൽ, When we look at the map of the Dead Sea, ഇതിന്റെ മുകളിൽ ജോർദാനുണ്ട്, Jordan is above it. അതിന്റെ മുകളിൽ ഗലീലയുണ്ട്. Above Dead Sea, as you can see, there's Galilee. ഇത് വരുന്നത് ഹെർമോൻ പർവ്വതത്തിൽ നിന്നാണ്. And this has an inflow from the Mount Hermon. ഹെർമോൻ എന്ന് പറഞ്ഞ മഞ്ഞുള്ള പർവ്വതമാണ്. And Hermon is a mount of snow. അത് ഉരുകി ഒരു ചെറിയ ഉറവയായി താഴോട്ട് വരും. And that snow melts and breaks out into tributaries and comes into the Dead Sea. നിങ്ങൾ കാണുന്നത് പോലെ ഗലീല എന്ന സ്ഥലം ഒരു കപ്പിന്റെ ആകൃതിയിലാണ് കിടക്കുന്നത്. And you can see up north, upstairs, you can see the Sea of Galilee. അത് ഈ മഞ്ഞ് ഉരുകി വന്ന വെള്ളം അവിടെ വന്ന് നിറയും. And Mount Hermon snow melts and breaks into the Sea of Galilee. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോൾ മധ്യപൂർവ്വ ഏഷ്യയിലെ ശുദ്ധജല തടാകമായി ഗലീല അറിയപ്പെടുന്നത്. And the Sea of Galilee is known as a sea of pure water. അതിനകത്ത് മത്സ്യ സമ്പത്തുണ്ട്. There is a lot of fish in that Sea of Galilee. 153 വലിയ മീൻകൂട്ടങ്ങൾ അതിനകത്തുണ്ട്. There are 153 types of fishes in the Sea of Galilee. 4.5 മൈൽ വീതി 13.5 മൈൽ നീളമുള്ള ഈ ഗലീല 4.5 miles wide and 13.5 miles long, the Sea of Galilee is. ലോകത്തിൽ ഒരിക്കൽ പോലും ട്രോളിംഗ് നിരോധനമില്ലാത്ത തടാകമാണ്. This is a place where there is no ban for fishing. 365 ദിവസവും മത്സ്യം കിട്ടും. You can fish 365 days in the Sea of Galilee. കാരണം ദൈവം അതിനെ അനുഗ്രഹിച്ചിട്ടിരിക്കുകയാണ്. Because the Lord has blessed that sea. അവിടുന്ന് താഴേക്ക് വെള്ളം ഒഴുകുകയാണ്. And that sea breaks into tributaries and flows into the lower parts. ഹെർമോനിൽ നിന്ന് ഒഴുകുന്ന വെള്ളം ഗലീലയിൽ വീഴുന്നു. ഗലീലയിൽ നിന്ന് വെള്ളം ജോർദാൻ നദിയായി താഴോട്ടൊഴുകുന്നു. The snow that is melted from the Mount Hermon comes into the Sea of Galilee and flows into the river Jordan. ജോർദാനെ മറ്റൊരു പേരിലാണ് മലയാളികൾ പരിചയപ്പെട്ടിരിക്കുന്നത്. Now the Malayalis know this river Jordan in another name. മരണനദി. And that is called the Dead Sea. എന്തുകൊണ്ട് അതിനെ മരണനദി എന്ന് വിളിക്കുന്നു? Why is it called the Dead Sea? ഉത്തരം സിമ്പിൾ ആണ്. The answer is simple. ഈ നദി ചെന്ന് ചേരുന്നത് ഡെഡ് സീയിലാണ്. This river Jordan ends up in a place called Dead Sea. ചാവുകടലിലാണ്. It is called the Dead Sea. ജീവനുള്ള വെള്ളത്തെ മരണത്തിൽ കൊണ്ടെത്തിക്കുന്നത് കൊണ്ട് യോർദാന്റെ പേര് മരണനദി. What was alive once from Mount Hermon reaches into the Dead Sea as a Dead Sea. എന്നാൽ ആ നദി വന്ന് ചേരുന്നത് ചാവുകടലിൽ. And that river comes into the Dead Sea. അതാണ് ഏറ്റവും താഴെ കാണുന്ന പോർഷൻ. That is what you see in the map in the lower water body in ഈ വെള്ളം വന്ന് ഇവിടെ വീണ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് എങ്ങോട്ടും ഒഴുകുന്നില്ല. അവിടം കൊണ്ട് സ്റ്റോപ്പ് ആകുകയാണ്. And this tributary comes and locks up into the Dead Sea. It doesn't flow out. അവിടെ സ്റ്റാഗ്നന്റ് ആയി, അവിടെ സ്റ്റക്കായി, അവിടെ തടയപ്പെട്ട് കിടക്കുകയാണ്. And this river becomes stagnant in the Dead Sea. എന്നാൽ അവിടെ ദൂത് കേൾക്കുകയാണ്. But there is a word of prophecy over Dead Sea. ഞാൻ അതിനകത്ത് മഹാസമുദ്രത്തിലെ നദി പോലെ അസംഖ്യം മത്സ്യത്തെ പിടിക്കുന്ന നദിയാക്കി മാറ്റും. The prophet Ezekiel says the Dead Sea shall turn into a place where the fishermen will come and catch fish, very many. Come on. എൻഗതി മുതൽ എൻ എഗ്ലീം വരെ, from En-Gedi to En-Eglaim. കന്യാകുമാരി കാശ്മീർ എന്ന് പറയുന്ന അതിരുപോലെ ചാവുകടലിന്റെ അതിരാണ് എൻഗതി മുതൽ എൻ എഗ്ലീം So വരെ. this is the border of Dead Sea from En-Gedi to En-Eglaim. അതിന്റെ അർത്ഥം അതിനകത്തും മുഴുവനും മത്സ്യ വിടുതലുകൾ ഉണ്ടാകും. And that means that there shall be a breakthrough of fishes in the Dead Sea. ഇത് 1000 ആണ്ട് വാഴ്ചയിൽ നടക്കും. Come on, this will happen in the millennial age. അതിന് തുല്യമായ ഒരു സംഭവം യേശുവിന്റെ കാലത്ത് നടന്നു. But there was a similar incident that happened in the days of Jesus. ഗദ്സയുടെ ഇരു കരയിലും താമസിക്കുന്നവരെ അറിയപ്പെടുന്നതാണ് കിമ്രാൻ കമ്മ്യൂണിറ്റി. The people who live in the coastline of the Dead Sea are called the Qumran community. ആ കിമ്രാൻ കമ്മ്യൂണിറ്റിയിലെ ആളുകളുടെ
ഭക്ഷണ രീതി വ്യത്യാസമാണ്, വസ്ത്ര രീതി വ്യത്യാസമാണ്. And the Qumran community have their own culture of eating habits and their dressing style. ഇവിടെയാണ് യോഹന്നാൻ സ്നാപകൻ വന്ന് താമസിച്ചത്. And this is where John the Baptist came and dwelt. ഒട്ടകത്തിന്റെ തോൽവാറ് ധരിച്ചു. And he wore a camel skin as his clothing. വെട്ടുക്കിളി കഴിച്ചു. He ate locusts and wild honey. അവിടെ നിന്നുകൊണ്ട് അവിടെ താമസിച്ചു. And he stayed there in the coastland of the Dead Sea. അവിടുന്ന് നടന്ന് യോർദാനിലേക്ക് ചെന്നു. And he walked into the rivers of Jordan from there. ഒരു ദിവസത്തിൽ നദിയിൽ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ And one day as he was baptizing people in the river Jordan, അവന്റെ അമ്മയുടെ ഉദരത്തിൽ 6 മാസം കടന്നപ്പോൾ ഉണ്ടായ പോലെ ഒരു ആത്മാവിന്റെ ചലനം കേട്ടോണ്ട് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ജനത്തിന്റെ നടുവിലൂടെ ഒരുത്തൻ നടന്നു വരുന്നു. നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് വരുന്നുണ്ട്. as he was standing there, he felt the move of the Spirit. He said, there's somebody behind me who came to me when I was 6 months old in my mother's womb, and the Spirit moved me. He turned around and he saw Jesus, the Lamb of God. അവന്റെ അടുക്കലേക്ക് യേശു ഇറങ്ങി വന്നു. And towards John, Jesus walked into rivers of Jordan. അപ്പോൾ യോഹന്നാൻ പുറകോട്ട് മാറി. And John backed up and said, how can you baptize me? ഞാൻ നിന്നെ സ്നാനപ്പെടുത്തല്ല, നീ എന്നെ പെടുത്തണം. I don't want to baptize you, you baptize me. യേശു പറഞ്ഞു, അല്ലല്ല, നിന്നാൽ സ്നാനമേൽക്കുന്നതാണ് എനിക്ക് ആവശ്യം. Jesus said, no, let all righteousness be fulfilled. I want to be baptized by you. യോഹന്നാന്റെ കൈക്കടി സ്നാനമേറ്റു. And he was baptized by the hands of John the Baptist. പഴയ നിയമവും പ്രവാചകന്മാരും യോഹന്നാന് പ്രതിനിധിയായി നിൽക്കുമ്പോൾ, and when the Old Testament law and prophets stand as a representative of John, പുതിയ നിയമത്തിന്റെ പ്രതിനിധിയായി യേശു നിൽക്കുകയാണ്. and Jesus stands to represent the new covenant. തണുത്തുറഞ്ഞ വെള്ളത്തിൽ, and in that cold waters of Jordan, 2 യുഗങ്ങൾ തമ്മിൽ നിൽക്കുകയാണ്. 2 dispensations kissed each other. അവൻ കയറുമ്പം വിളിച്ചു പറഞ്ഞു, and he came out of the water and he said, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, പക്ഷേ ഇവൻ നിങ്ങളെ തീ കൊണ്ടും പരിശുദ്ധാത്മാവിലും സ്നാനപ്പെടുത്തും. and John the Baptist said, I am not worthy to untie the sandals of his feet, and he shall baptize you with the Holy Ghost and fire. എഹെസ്കേൽ പ്രവാചക, നീ പറഞ്ഞ ദൂതുണ്ടല്ലോ, ഇവിടെ മീൻപിടുത്തം നടക്കുമെന്ന്. Ezekiel prophesied that this river will turn into a place of catching of fish. ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. We've never seen that. പെട്ടെന്നൊരു കാൽപരിമാറ്റം. And suddenly one revelation. യോഹന്നാന്റെ ശിഷ്യനായിരുന്ന അന്ത്രയോസ് പറഞ്ഞു, and Andrew said, യേശുവേ, നീ എവിടെ പാർക്കുന്നേ? Jesus, where do you stay? ഞാനും നിന്റെ കൂടെ വരുവാ. Can I come and stay with you? യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കാം. And he said, come and follow me. ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ ക്രിസ്ത്യാനി അവിടെ ഉണ്ടായി. And that was the first Christian, Andrew, who followed after Jesus. First follower of Jesus, Andrew, was raised from that same shore. Andrew was born as a first Christian to follow after Jesus near the Dead Sea. ചാവുകളുടെ തീരത്തിന് ഒരു അനക്കവുമില്ല. There is no movement of life at the coastland of the Dead Sea. Everything is dead beside the Dead Sea. പക്ഷേ പിറ്റേ ദിവസം ഒരു അത്ഭുതം നടന്നു. But the next day there was a miracle. ആൻഡ്രൂ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു യേശുവിന്റെ അടുക്കിലേക്ക് വരികയാണ്. And Andrew held the hand of another young man and he came to Jesus. അവന്റെ അടുക്കലേക്ക്, യേശുവിന്റെ അടുക്കലേക്ക് അവൻ വന്നു പറഞ്ഞു, I am Peter. And Andrew said, this is my brother Peter, Jesus. ഞാൻ പത്രോസാണ്. I am Peter. യേശു തല ഒന്ന് ഉയർത്തി നോക്കി. Jesus looked at Peter. നിന്റെ പേര് ഇന്നു മുതൽ ശീമോൻ എന്നല്ല, നിന്റെ പേര് ഇന്നു മുതൽ പത്രോസ് എന്നറിയപ്പെടും. And he said, you shall be not called Peter, but you shall be called Caiaphas. എന്നിട്ട് പറയുകയാണ്, and then he said, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. today I make you a fisher of men. മനുഷ്യനെ പിടിക്കുന്നവനാക്കും. I will make you a fisher of men. ചാവുകടലിന് അനക്കമൊന്നും തട്ടിയില്ല. There is no change in the Dead Sea. പക്ഷേ ആ ചാവുകളുടെ കരയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന പത്രോസ്, but the Peter who came from the shores of the Dead Sea, സിഹിയോൻ മാളിക മുറിയിൽ പെന്തക്കോസ്ത് ദിനത്തിൽ എഴുന്നേറ്റ് ഒരൊറ്റ പ്രസംഗം നടത്തി. on the day of Pentecost, Peter stood with 11 apostles and he preached the first message. യേശുവിനോട് ചേരാൻ താല്പര്യമുള്ളവർ ഓടി വരാൻ പറഞ്ഞപ്പോൾ 3000 പേർ ഓടി വരികയാണ്. Who wants Jesus? Come running forward. മീൻപിടുത്തക്കാരൻ നിന്ന് വല കയറ്റുന്നത് പോലെ, just like how a fisherman drags his fish net, മീൻപിടുത്തക്കാരൻ നിന്ന് വല പിടിച്ചു കയറ്റുന്നത് just like how he gathers a fish in the fish net. 11 ശിഷ്യന്മാർ ഈ 3000 എണ്ണത്തെ
പിടിച്ചകത്തേക്കിട്ടു. 3,000 Jews were pulled into the kingdom. പിറ്റേ ദിവസം ഒരു പ്രസംഗം നടത്തി. The next day there was another preaching. 5000 എണ്ണത്തെ പിടിച്ചകത്തോട്ട് കയറ്റി. 5,000 were dragged into the kingdom. അപ്പം യെഹെസ്കേൽ പ്രവചനം 47-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം അവിടെ വെളിപ്പെട്ടു. ചാവുകടലിന്റെ അടിയിൽ നിന്ന് മഹാസമുദ്രത്തിലെ മത്സ്യത്തെ പോലെ ഒരു മീൻപിടുത്തം ഉണ്ടാകും. And the prophecy of Ezekiel 47:10 was fulfilled on the day of Pentecost and the days after. Come on. 16-ലധികം ജാതിക്കാർ And 16 different nations. ആളുകൾ അവിടെ വന്നു. There were 17 different nations came there. അവർ സ്നാനപ്പെട്ടു. And they were all baptized. യേശുവിനോട് ചേർന്നു. And they were drawing to Jesus. 11 പേരും അവരെ പിടിച്ചകത്തോട്ട് കയറ്റുമ്പോൾ And the 11 apostles gathered them into the kingdom. ഇവിടെ നിൽക്കുന്ന എല്ലാവരും കൈയടിച്ച് ആമേൻ പറയുന്നത് പോലെ Come on, just like how you clap your hands now. അവരവരെ കൈയടിച്ച് ദൈവരാജ്യത്തിലേക്ക് പിടിച്ചു കയറ്റിയപ്പോൾ When they dragged them into the kingdom of God by clapping hands. എൻഗതി മുതൽ എന്നെക്കിളിയും വരെയുള്ള മീൻപിടുത്തക്കാർ നിന്ന് വല വീശുന്നത് പോലെ 11 പേർ 5000-ലധികം പേരെ അകത്തോട്ട് കയറ്റിയപ്പോൾ ലോക ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു വലിയ മീൻപിടുത്തം, മനുഷ്യരെ പിടിക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തം അവിടെ വെളിപ്പെട്ടതുപോലെ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, ഇതിനകത്തിരിക്കുന്ന കരങ്ങളെ അവൻ ബലപ്പെടുത്താൻ പോകുകയാ. പട്ടണങ്ങളെ പിടിക്കാൻ, രാജ്യങ്ങളെ പിടിക്കാൻ, ഭൂഖണ്ഡങ്ങളെ പിടിക്കാൻ അഭിഷേകത്തിന്റെ തീയുമായി ദൈവം ഇതിനകത്തുനിന്ന് ചിലതിനെ അയക്കുന്നു. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് Lift both your hands to heaven. കൂടാര പെരുന്നാളിന്റെ അവസാനത്തെ ദിവസം The last day of the feast of the tabernacle. യേശു പറയുകയാണ്, Jesus cried and said, ലോക ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു നദിയെ ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. I am introducing the river of the Holy Spirit to you. ഈ ലോകത്തുള്ള സകല നദികളും എവിടെങ്കിലുമൊക്കെ കല്ലും അണക്കെട്ടും കെട്ടിയാൽ കെട്ടി തടഞ്ഞു പോകുമ്പോൾ ആർക്കും തടയാൻ പറ്റാത്തൊരു നദി ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. The river of the Holy Spirit is unlike any river of the earth that can be stopped and given boundary. The Holy Spirit has no boundaries. നീ രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമാകും. And you shall be a blessing to the നീ nations. പട്ടണങ്ങൾക്ക് ഒരു അനുഗ്രഹമാകും. You shall be a blessing in your നീ city. ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകും. You are a blessing to the nations. ഇന്ന് പകൽ നദി എന്നിൽ നിന്ന് പുറപ്പെടണമെന്ന് കൊതിക്കുന്നവരുണ്ടെങ്കിൽ If anyone desires to have കരം ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ചു. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ